പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായ സ്തോത്രം. വിശ്വസ്ത സാക്ഷിയും ഭൂരാജക്കന്മാർക്ക് മതിയായ നീ ഞങ്ങളുടെ സ്നേഹിതരായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ തേജസ്സായി ഞങ്ങളെ വസിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഹിതപ്രകാരം കർത്താവേ, തക്ക സമയത്ത് നിന്റെ ശക്തി ഞങ്ങളെ വെളിപ്പെടുത്തുന്നു. നിന്റെ വിശ്വസ്തതയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുക. ഞങ്ങൾ മനുഷ്യൻ ബലഹീനരെന്നും കർത്താവ്, നിന്നെ കൂടാതെ ഞങ്ങൾക്കൊരു ഗുണമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവ്, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം ഈ ബലഹീന ഞങ്ങളോട് കർത്താവ്, ഞങ്ങളുടെ ബലഹീനതകൾക്ക് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഞങ്ങളെ ഇതുവരെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. ശിക്ഷയ്ക്ക് മാത്രം മാർഗരായിരുന്ന ഞങ്ങളുടെ മേലുണ്ടായിരുന്ന ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾ നിർത്തുമാറാണ് കർത്താവ്. ദൈവവചന ശുശ്രൂഷ പാടിയങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയാട്ടെ. ഈ ശബ്ദം ഇപ്പോൾ ലൈവായി കേൾക്കുന്നവരും കർത്താവ് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നീ തന്നെ അവരെ വീണ്ടെടുപ്പെന്നും, നീ തന്നെ അവരുടെ നീതീകരണമെന്നും, നീ തന്നെ അവരുടെ തേജസ്സെന്നും, നീ അവരുടെ ജ്ഞാനമെന്നറിയത്തക്കവണ്ണം നിന്റെ പ്രവൃത്തിയുടെ കർത്താവ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ദൈവവചന പഠനത്തിലേക്ക് നമ്മളെ കർത്താവ് നടത്തിയ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ചില ആഴ്ചകളായിട്ട് നമ്മൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്തുവും അവൻ്റെ സമയം തമ്മിലുള്ള ബന്ധം. എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആധാരമാക്കി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അതിനിടയ്ക്ക് വെച്ച് നമ്മൾ സമാഗമന കൂടാരം ദൈവസഭയ്ക്കൊരു നിഴലാണെന്നും ക്രിസ്തുവിനൊരു നിഴലാണെന്നും, സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു, അതിൻ്റെ ശുഷ്കാന്തി ദൈവം എത്ര തീഷ്ണതയോടുകൂടിയാണ് കാര്യം കൽപ്പിച്ചിരിക്കുന്നതും, പർവ്വതത്തിൽ നിനക്ക് കാണിച്ച് മാതൃക പ്രകാരം തന്നെ നീ അതിന് പണിയണം. മോശ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ തന്നെ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തപ്പോൾ ദൈവ തേജസ് അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അവൻ തിരഞ്ഞെടുത്ത സ്തോത്രം ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വരികയും പിന്നെ അവിടെ മോശയ്ക്ക് സ്ഥാനമുണ്ടായില്ല. മോശയാണ് അരുളപ്പാട് വാങ്ങിയത്, മോശയുടെ നേതൃത്വത്തിനാണ് പണിതത്, മോശയുടെ നേതൃത്വം തന്നെയാണ് എല്ലാ ക്രമപ്രകാരം അടക്കി വെച്ചത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവ തേജസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മോശയ്ക്കോ പുരോഹിതന്മാർക്കോ ആർക്കും സ്ഥാനമില്ല. ഇത് തന്നെയായിരുന്നു ശലോമോൻ പണിത ആലയത്തിലുണ്ടായിരുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ നിയമത്തിൽ സ്തോത്രം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവരുടെ കൽപ്പിച്ച പോലെ ശിഷ്യന്മാർ മർക്കോസിനെ മാളിൽ കാത്തിരിക്കുന്ന സമയത്ത് വാരോത്സവ പെരുന്നാളിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന ആ 50-ാം നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 120 ആലയങ്ങളിലാണ് വസിച്ചത്. ദൈവം കൈപ്പണിയായ മന്ദിരത്തിൽ വസിക്കുന്നവനല്ല. ഇവിടെ സമാഗമന കൂടാരം കൈപ്പണിയായിരുന്നു. പക്ഷേ പെന്തക്കോസ്ത് നാൾ തുടങ്ങി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ വചനപ്രകാരം അതിനെ പണിയുക, അതിൻ്റെ അടിസ്ഥാന കല്ല് അല്ലെങ്കിൽ മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനോട്, ആ മൂലക്കല്ലിനോട് തൂക്കുകട്ട പിടിച്ചാണ് ഓരോ ദൈവദാസന്മാരും പണിയേണ്ടത്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിനനുസരിച്ചുകൊണ്ട് തൂക്കുകട്ട പിടിക്കുന്നതിൽ അല്പം തെറ്റിക്കഴിഞ്ഞാൽ പണി തെറ്റും, ഇടിഞ്ഞു വീഴും. പിന്നെ വേണമെങ്കിൽ പണിയാം. മൂലക്കല്ല് ഇട്ട് കഴിഞ്ഞു അവരെ മരിച്ചടരുന്ന ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് ദൈവം എല്ലാവരും കാണിക്കുക പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഫ്രീ ആയിരിക്കുന്ന ഒരു ഓഫർ തന്നിരിക്കുകയാണ്. ഹൂവർ ബിലീവ് ഇൻ ഹിം ഷാൽ ബി ഫ്രീലി ജസ്റ്റിഫൈഡ്. ആരെല്ലാം അവനെ വിശ്വസിച്ചോ അവനെ സൗജന്യമായി നീതീകരിക്കാമെന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായിട്ട്, പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ട്. ക്രിസ്തു എങ്ങനെ ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോയോ അതുപോലെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരെ കണക്കിട്ടുകൊണ്ട്, അതാണ് ഈ കൃപാസനം നിയമപ്പെട്ടവൻ തമ്മിൽ കാണിക്കുന്നത്. ഒക്കെ നമ്മൾ വിവരിച്ച് കഴിഞ്ഞതാണ്. സ്തോത്രം. അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്ന സമയത്തായിരുന്നു എഫേസ്യ ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചത്. വേഴ്സ് 18 തുടങ്ങി നമ്മൾ ചിന്തിച്ചു.
18 കാര്യങ്ങൾ നമുക്ക് അല്പം ചിന്തിച്ചു. 19 കാര്യമാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. എന്തിനാ വിശ്വസിക്കുന്നത്? അവിടെയാണ് ചിന്ത, അവിടെയാണ് ശത്രു കയറി അങ്ങ് വല്ലാതെ കലക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? വിശ്വസിക്കുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? റിലൈ ഓൺ, ട്രസ്റ്റ് ഇൻ, അവനിൽ ആശ്രയിക്കുക. എന്തിനാ? സ്തോത്രം. അതിന് വേണമെങ്കിൽ നമുക്ക് റോമാലേഖനത്തിലേക്കൊന്ന് പോകണം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 5 ആണെന്ന് തോന്നുന്നു. വേഴ്സ് 4, മലയാളത്തിലാണെങ്കിൽ വേഴ്സ് 4. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. അതിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? പാപത്തിന് ഫലം കായ്ക്കുകയായിരുന്നു, മരണത്തിന് വേണ്ടി ഫലം കായ്ക്കുകയായിരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയായിരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യയുമായിട്ടൊരു ഹ്യൂമൻ റിലേഷനെ കുറിച്ച് പറഞ്ഞും ആ മാരേജ് ബൗണ്ടിൻ്റെ ലോയെ കുറിച്ച് കൊണ്ട് സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐദർ പാർട്ടി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതും പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ കോണത്തിൽ ഡൈവോഴ്സിനെ കുറിച്ച് ഞങ്ങൾ ഒരു ദേവദാസനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അത് ഞാൻ സബ്ജക്റ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അതിനെപ്പറ്റി സമയമല്ല. അപ്പോൾ വേറൊരുവനായി കഴിഞ്ഞാൽ അത് പാപമല്ല. അതേപോലെ മുമ്പ് നാം പാപത്തിന് ഫലം, നമ്മളിൽ പാപം വസിച്ചുകൊണ്ട് അതിൻ്റെ ആഗ്രഹം നമ്മൾക്ക് കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരണത്തിന് ഫലം കായ്ക്കുമായിരുന്നു. എങ്ങനെ? ലോയെ ഡിസോബേ ചെയ്തിട്ട്. എന്ത് നിയമം പറഞ്ഞാലും ഡിസോബേ ചെയ്യാനുള്ള കാര്യം ഇഷ്ടമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഹ്യൂമൻ നേച്ചർ നോക്കിയാൽ തന്നെ കാണാം. ആരെങ്കിലും ഹെൽമെറ്റ് വയ്ക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ? പോലീസിനെ കണ്ണുവെട്ടിക്കാനാ? അല്ല, എല്ലാവരും നല്ല ഉദ്ദേശിക്കുന്നില്ല. ഹ്യൂമൻ നേച്ചർ എങ്ങനെയായിപ്പോയി? ശിക്ഷയെ ഭയന്നുകൊണ്ടാണ് ലോ അനുസരിക്കുന്നത്. ഫിസിക്കൽ ലോ അങ്ങനെ തന്നെയാണ്. അടി കൊടുത്ത് നേരെ നടത്താമെന്നുള്ളതാണ് ഫിസിക്കൽ ലോ. മോറൽ ലോ അങ്ങനെയല്ല. മോറൽ ലോ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് തന്ന് മോറൽ ഗവൺമെൻറ്റിലുള്ള ദൈവം, മനുഷ്യർ, ദൂതന്മാർ ഇവർ തമ്മിലുള്ള റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ അതിൻ്റെ ക്രീമാണ് ഡിസ്ഇൻട്രസ്റ്റഡ് ലവ്, അഗാപ്പെ ലവ്. ആരെ സ്നേഹിക്കുന്നുവോ അവന് എന്താണ് ബെറ്റർ എന്ന് കണ്ട് അത് ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുന്നതിന് നിനക്ക് എന്ത് വ്യക്തിപരമായ ത്യാഗം സഹിക്കേണ്ടി വന്നാലും യു മസ്റ്റ് ബി ഒബീഡിയൻറ്റ് ടു ദാറ്റ്. അതാണ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. നാം ശത്രുക്കളും മനസ്സുകൊണ്ടാവുന്നവരുമായി നമ്മെ രക്ഷിക്കണം, ദൈവമായിട്ട് റീകൺസൈൽ ചെയ്യിപ്പിക്കണം. അവനാവശ്യമായിട്ടൊരു ശിക്ഷ, പ്രായശ്ചിത്തമാകുന്ന മനുഷ്യൻ്റെ മേലുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ഏറ്റെടുത്തുകൊണ്ട് താൻ ആ ത്യാഗം സഹിക്കണം. ഇതറിഞ്ഞുകൊണ്ടാണ് വന്നത്. ഇതാണ് അഗാപ്പെ ലവിൻ്റെ ക്രീം എന്ന് പറയുന്നത്. ഇതിന് ആവശ്യമായ ഇൻഡ്യൂഷൻസ് നമ്മുടെ ഹൃദയത്തിൽ തരുന്നതാണ് ഈ ഡിവൈൻ ലോ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ മരിച്ചിട്ട് നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ എന്താണ്? മരണത്തിന് ഫലം കായ്ക്കുകയായിരുന്നു. ഇനി ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ എന്ത് വേണം? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവരുമായിട്ടൊരു വിവാഹബന്ധം, ഒരു വിവാഹ നിശ്ചയം നടക്കണം. ഇതിലാണ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഏതൊരു പുരോഹിതനായാലും, ഏതൊരു തിരുമേനിയായാലും, ഏതൊരു പോപ്പായാലും, ഏതൊരു സെൻട്രൽ പാസ്റ്റ് ആയിരുന്നാലും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലയോ അവൻ പാപത്തിനും ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് മരണത്തിന് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. അവൻ എന്തെല്ലാം പ്രസംഗം ചെയ്താലും, എന്തെല്ലാം കൂതാശ ചെയ്താലും, എന്തെല്ലാം കാര്യങ്ങൾ ഡോക്ടറെ സ്ഥാപിച്ചാലും അവൻ മരണത്തിന് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. ആ ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ ക്രിസ്തുവുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരണം. അതാണ് ഈ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. പഴയ നിയമത്തിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ റിട്ടൺ ലോ. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അത് യഹൂദന്മാർക്ക് കൊടുത്ത കാര്യം. നമ്മളും മനസ്സാക്ഷിയിൽ എഴുതിയിരിക്കുന്നു. റോമൻസിൽ ചാപ്റ്റർ 2 പോൾ അത് പറയുന്നതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. പക്ഷേ നമ്മളിൽ പാപം വസിക്കുന്നത് കൊണ്ട് അത് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നന്മ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്നതോ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത തിന്മയത്രേ. അത് ചെയ്തുകൊണ്ട് നമ്മൾ മരണത്തിന് ഫലം കായ്ച്ചുകൊണ്ട്, ഇതാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ. ക്രിസ്തുവിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ രക്ഷയുടെ പാപത്തിനുള്ള മോചനം പ്രാപിച്ചു, പിന്നെ രക്ഷയുടെ മാർഗം നടന്നുകൊണ്ടിരിക്കണം.
ആദ്യഘട്ടം കടന്നു. പരിശുദ്ധാത്മാവ് നിയന്ത്രണം വന്നു. ക്രിസ്തുവിൽ ജനിച്ചു, ദൈവകുടുംബത്തിൽ ജനിച്ചു, ദൈവ പൈതൽ എന്ന പേരും കിട്ടി. സ്റ്റിൽ ക്രിസ്തുവിലല്ലയോ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലയോ, പാപം വീണ്ടും പ്രവർത്തിക്കും. പാപപ്രവൃത്തികൾ വീണ്ടും വരും, മരണത്തിന് ഫലം കായ്ക്കും. മനസ്സാക്ഷി വാണിംഗ് തരും, റീഇൻസ്റ്റേറ്റഡ് ആയിക്കോ, പുത്രൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു, അത് നീ എന്നേക്കുമായിട്ട് റിനൗൺസ് ചെയ്തോ, ഇല്ലെങ്കിൽ മരണത്തിലേക്ക് പോകും. ഇത് സിമ്പിൾ ലാംഗ്വേജാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ വേണം. ഈ ഉടമ്പടിയെ പറയുന്ന പേരാണ് പുതിയ നിയമം. ആരുമായിട്ടാ? ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. മത്തായി തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകമല്ല പുതിയ നിയമം, അതതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവുമായിട്ട് ഞാനൊരു പേഴ്സണൽ ഉടമ്പടി. ഇനി എന്തിനാ? ദൈവത്തിന് ഫലം കായ്ക്കണം. ഇതുവരെ ഞാൻ മരണത്തിന് ഫലം കായ്ക്കുകയായിരുന്നു. കാരണം എന്നിലുണ്ടായിരുന്ന പാപത്തിൻ്റെ ഡിസയേഴ്സ് ആയിരുന്നു എൻ്റെ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ഓർഗൻസ് ചെയ്തുകൊണ്ടിരുന്നത്. വാട്ട് എവർ ഐ ഡു, വാട്ട് എവർ ഐ ഡൺ, ഇത് മരണത്തിന് ഫലം കായ്ക്കുന്നതായിരുന്നു. ഇനി മുതൽ എനിക്കത് മനസ്സിലായി. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വചനത്തിൽ എഴുതിയത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി എന്നെ ഇടപെട്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി. അതിൻ്റെ കോൺസിക്വൻസ്, അനന്തരഫലം നിത്യമായ നരകമാണ്. അതിൻ്റെതായിട്ടുള്ള തീവ്രത സോളിലേക്ക് വെളിപ്പെടുത്തും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ഈ ശരീരത്തിന് ആര് രക്ഷിക്കുമെന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ, അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് നിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ പുനരുത്ഥാന ശക്തി നിനക്ക് വെളിപ്പെടുത്തുമെന്ന് പറയും. ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, റിസീവ്. നിർബന്ധമില്ല. മോറൽ ഗവൺമെൻറ്റിൽ നിർബന്ധമില്ല, ഓൺലി ഇൻഫ്ലുവൻസ്. ഇതാണ് ഈ സുവിശേഷം പറഞ്ഞിട്ട് പലർക്ക് ഏറ്റെടുക്കാൻ മടി. അപ്പോൾ പല പല കാര്യങ്ങൾ വരും. ശിശുസ്നാനമേറ്റതല്ലോ, അന്ന് വീണ്ടും ജനം പ്രാപിച്ചല്ലോ, ഞങ്ങളുടെ പുരോഹിതന്മാർക്ക് എന്താ കുറവ്? ഞങ്ങളുടെ പുരോഹിതന്മാർ 10-15 കൊല്ലം ബൈബിൾ തിയോളജി പഠിച്ചിട്ടുള്ള നിങ്ങൾക്കെന്താ? നിങ്ങൾ ഇന്നലെ കരുത്തവരല്ലോ. അതങ്ങനെ പല പല കാര്യങ്ങൾ. യെസ്, ഒക്കെ റെഡിയാണ്. പക്ഷെ നിനക്ക് ദൈവത്തിന് ഫലം കായ്ക്കണമോ? ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ ഉടമ്പടിയിലേക്ക് വരണം. അവൻ നിനക്ക് വേണ്ടി ചിന്തിയ പ്രാശ്ചിത്ത രക്തം കൊണ്ട് ആ ഉടമ്പടിയെ മുദ്രയിടും. നിനക്ക് വേണമെങ്കിൽ നീ ഫ്രീ മോറൽ ഏജന്റ്, സ്വതന്ത്ര മനസ്സിന്റെ ഉടമയാണ്. നിനക്ക് വേണമെങ്കിൽ അതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു പോവാം. അത് എബ്രായലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നിയമരക്തത്തെ മലിനമെന്ന് എണ്ണി കൃപയുടെ ആത്മാവിനെ നിന്ദിച്ച് വേണമെങ്കിൽ മരണത്തിലേക്ക് പോകാം. സ്തോത്രം. അപ്പം ഞാനത് സുവിശേഷത്തിൻ്റെ ക്രീം പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്താണ്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് വന്നത്. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ഇതുവരെയും ഞാൻ പാപത്തിന് പ്രവൃത്തി ചെയ്തുകൊണ്ട് മരണത്തിന് ഫലം കായ്ക്കുകയായിരുന്നു. ഗുഡ് ബൈ. അത് സ്നാനക്കുളത്തിൽ സാക്ഷീകരിച്ചു. ഗുഡ് ബൈ. ദൈവത്തിനും മനുഷ്യർക്ക് സേറ്റാന്റെ മുമ്പിലും അത് സാക്ഷീകരിച്ചു. ഇനി മുതൽ ഞാൻ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ ഉടമ്പടിയിൽ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന ക്രിസ്തു അത് തന്നെ, അവൻ തന്നെയാണ് എന്നിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഇതാണ് വീണ്ടും ചലനം. സിമ്പിൾ ലാംഗ്വേജ് ഞാൻ പറയാം, ഇത് ഗ്രഹിക്കാൻ പറ്റത്ത ലാംഗ്വേജ് ഒന്നല്ല. എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി എന്നിൽ വാഴുന്ന ക്രിസ്തുവുമായിട്ട് ഞാനൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെ സീൽ ചെയ്തിരിക്കുന്നത്. ആ ഉടമ്പടിയുടെ കണ്ടീഷൻ എന്താ? ദൈവത്തിന് ഫലം കായ്ക്കാൻ ഞാൻ ഇനി അവൻ പറയുന്നത് പോലെ ജീവിക്കും. എന്നിൽ എന്ന് വെച്ചാൽ ഒരു നന്മയും വസിക്കുന്നില്ല. എനിക്ക് ദൈവത്തിന് ഫലം കായ്ക്കണമോ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്ന അവനുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്ത് ഡിവൈൻ ലോയെ അനുസരിക്കാൻ ഞാൻ മുന്നോട്ട് വരും. എനിക്ക് ഒരു ടൈം കൊണ്ട് അത് തികഞ്ഞാൻ പറ്റില്ല. കർത്താവ് വരുന്ന എന്താ? നീ എന്നെ സ്വീകരിച്ചു കൊള്ളുക. 7-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞതാണ്, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയെ ചെയ്യുന്നുള്ളൂ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. സമ്മതിച്ചു. എന്നിട്ടൊരു ഓഫർ തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു ഓഫർ തരികയാണ്. നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചതാണ് ശരിക്കും.
ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ഒരു വിവാഹബന്ധത്തിന്റെ ഒരു ഉടമ്പടിയിലേക്ക് ഒരു ഓഫർ തരികയാണ്. നിനക്കിപ്പോൾ മനസ്സിലായല്ലോ, നിന്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് ജയം പ്രാപിക്കാൻ സാധ്യമല്ല. നീ എന്നെ നിന്റെ ഹൃദയത്തിൽ ഭർത്താവായി സ്വീകരിച്ചാൽ, ഞാനുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വന്നാൽ, ഞാൻ മരണത്തോടും ക്രൂശിന്റെ മരണത്തോടും തന്നെ അനുസരണമുള്ളവനായിരുന്നത് പോലെ നിന്നെയും ഞാൻ അനുസരണത്തിൽ തികഞ്ഞവനാക്കി തീരാം. ഇതാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാകുവിൻ എന്നതിന്റെ ആദ്യ ചട്ടം. അനുസരണത്തിന്റെ റിസൾട്ടാണ് ഹോളിനെസ്, വിശുദ്ധി. അല്ലാതെ ഒരു കുടത്തിലേക്ക് വെള്ളം കവരുന്നത് പോലെ കുറെ വിശുദ്ധി അങ്ങ് നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യാൻ ദൈവത്തിന് സാധ്യമല്ല. നമ്മളൊരു മോറൽ ഏജന്റ്, ഒരു സ്വതന്ത്ര മനസ്സിനുടമയുള്ളവർ. നമ്മുടെ അനുവാദം കൂടാതെ സേറ്റാനാകട്ടെ ദൈവത്തിനാകട്ടെ നമ്മളൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇൻഫ്ലുവൻസ് തരാം, സ്ട്രോങ്ങസ്റ്റ് ഇൻഫ്ലുവൻസ് ദൈവത്തിന് ആത്മാവിന് തരാം. സ്തോത്രം. അപ്പോൾ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കൊട്ടാരം കിട്ടാനോ ഈ ലോകത്തിലെ പല കാര്യങ്ങളും കിട്ടാനല്ല. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു സേത്താന്റെ അഭിഷേകത്തിനായി വേണ്ടത്രയുണ്ട്. എന്താണ്? ദൈവത്തിന് ഫലം കായ്ക്കുമാറ് എനിക്ക് ജീവിക്കണം. അതിന് ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് സാധ്യമല്ല. അപ്പൊ നിങ്ങളുടെ ഒരു ഉപരിമല ചിന്തയിൽ വരും, നോക്ക് എത്രയോ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്, ആരും ഉപദ്രവിക്കാതെ, ഒരു ഊർമ്മനെ പോലും ദ്രോഹിക്കാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഓഫ് കോഴ്സ് ശരിയാണ്. ദൈവത്തിന് ഫലം കായ്ക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് തന്നെ അറിയാൻ സാധിക്കും. അവർക്കൊരു മനസാക്ഷിയുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നത് ഇതാണ് സത്യം. എല്ലാ മനുഷ്യർക്കും അവരുടെ ഹൃദയത്തിൽ അറിയാം ഈ കാര്യം. പലരും പല പല കാര്യങ്ങളും അതിനെ പേച്ച് വർക്ക് ചെയ്യാൻ നോക്കും, മറയ്ക്കാൻ നോക്കും. സാധ്യമല്ല. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, അവിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്നുള്ള കാര്യമാണ്. എന്തിനു വേണ്ടി വിശ്വസിക്കുന്നതിന് ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞത്. ദൈവത്തിന് ഫലം കായ്ക്കണം. സ്തോത്രം. അടുത്ത ചില കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം 2 ക്ലാസ് മുമ്പേ പറഞ്ഞിരുന്നു. ഈ വേഴ്സ് 19 to 23 ചില ആഴ്ചകൾ തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ വചനം കാണാപ്പാടം പഠിക്കും. ഞാൻ എന്നെ പോലെയുള്ള ഒരു ആഴ്ചകളോളം മാസങ്ങളോളം വേണമെങ്കിൽ പ്രസംഗിക്കും. ഇതിൻ്റെ ഒരു കരട് പോലെ എൻ്റെ ജീവിതത്തിൽ വരാതെ എനിക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള തിയോളജി പ്രസംഗിക്കാം, പഠിപ്പിക്കാം, പുസ്തകങ്ങൾ എഴുതാം. പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ദൈവത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം ഞാൻ ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുമായിട്ടൊരു ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി നിലനിന്നുകൊണ്ട് അവൻ എനിക്ക് തരുന്ന പ്രേരണകൾക്കനുസരിച്ച് വീണ്ടും പഴയ ബന്ധനത്തിലേക്ക് പോകാതെ, നമുക്ക് 3 ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടാത്തതുമായിട്ടുള്ള ഒരു സാധനമുണ്ട് നമ്മളിൽ. പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ നാച്ചുറൽ സ്വഭാവം. അതിന് പറഞ്ഞ പേരാണ് ഫ്ലഷ് അല്ലെങ്കിൽ ജഡം. മറ്റൊന്ന് സൈറ്റാനിക് കിങ്ഡം, മറ്റൊന്ന് ദ വേൾഡ്. ഇത് 3 ശത്രുക്കളാ. അതൊക്കെ നിങ്ങളുടെ തോന്നലാ. നിങ്ങൾ തോന്നൽ തന്നെയാ. നിന്റെ തോന്നൽ കൂടിയല്ലോ നീ ആഹാരം കഴിക്കുന്നത്, നിന്റെ തോന്നൽ കൂടിയല്ലോ നീ നഗ്നത മറയ്ക്കുന്നത്. നീ തോന്നാതെയാണ് ചെയ്യുന്നത്. എല്ലാ പ്രവർത്തിക്കും തോന്നലിൽ കൂടെ തന്നെ. അതേപോലെ തന്നെയാണ് വിശ്വാസം. ദൈവം ഇൻഡ്യൂഷൻ തരുന്നത് തോന്നലിൽ കൂടെ തന്നെയാണ്, ഇന്റലക്റ്റിൽ കൂടെ തന്നെയാണ്. അതനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നീ തീരുമാനിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇമ്മെഷറബിൾ ആണ്. അതിനൊരു അളവില്ല. സ്തോത്രം. ഇതെന്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാത്തത്? ആശ്രയിക്കുന്നവനിലല്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഫലം കായ്ക്കാൻ വേണ്ടി അല്ല ആശ്രയിക്കുന്നത്, നമ്മുടെ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി. പഴയ നിയമത്തിലാണെങ്കിൽ മേധസ് തിന്നാന്ന് പറയും. മേധസ് മുഴുവനും യാഗപീഠത്തിൽ ദൈവത്തെ അർപ്പിക്കാനുള്ളതാണ്. പുരോഹിതൻ മേധസ് തിന്നാൽ അവനെ കൊന്നുകളയണം, അവൻ തന്നെ ചത്തുപോകും. പുതിയ നിയമത്തിലാകുമ്പോൾ ഗ്ലോറി, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. അതാണ് ദൈവം 1-ാമത്തെ പ്രമാണത്തിൽ 10 കൽപ്പന 1-ാമത്തെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും എൻ്റെ സ്തുതിയെ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നാം ക്രിസ്തുവുമായിട്ട് ഉടമ്പടി ചെയ്ത് ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലോറി ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാണ്. ഇതാണ് നമ്മളിൽ നടക്കാതിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൂടെയാണ് പറയുന്നത്. ഇതിനെയാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത്. ഇതിലാണ് നമുക്ക് ജയം പ്രാപിക്കേണ്ടത്. ലോർഡ്, ദൈവത്തിന് ഫലം കായ്ക്കുമാർ എനിക്ക് നീയുമായിട്ടൊരു ഉടമ്പടി. ഞാൻ കാര്യം സ്നാനപ്പെട്ടു, വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞു ഉടമ്പടി ചെയ്ത് പുതിയ നിയമത്തിന്റെ വിശ്വാസിയാണ്. പുതിയ നിയമം മുഴുവൻ പഠിച്ചു, കാണപ്പെട്ട് പഠിച്ചു, പ്രസംഗങ്ങൾ കേട്ട് കൺവെൻഷന് പോയി കർത്തൃമേശ എടുക്കുന്നുണ്ട്. പക്ഷേ കർത്താവെ, പ്രാക്ടിക്കലായിട്ട് 99% വിശ്വാസികളിൽ നടക്കുന്നില്ല.
ഞാനിത് നടന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിനെ ഏൽപ്പിച്ചു കൊടുത്ത് അനേകം കഷ്ടതകളിൽ കൂടെയും അനേക പ്രയാസങ്ങളിൽ കൂടെയും പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. കർത്താവ് പ്ലീസ്, വെറും പൊണ്ണനാണല്ലോ, ഞങ്ങളുടെ സ്വഭാവം ഇതാണ്, നീ അറിയുന്നല്ലോ, എന്നിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരും. ആ ബന്ധെരിയുന്ന അവസ്ഥയിലേക്ക് വരാം. ആ യാഗപീഠത്തിൽ, ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ അഗ്നി ഇറങ്ങിയതുപോലെ നിന്റെ മനുഷ്യ ശരീരത്തിൽ പ്രാണന്റെ ആത്മാവിൽ ദൈവക്രോധമാകുന്ന അഗ്നി എരിഞ്ഞ് ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച നിനക്ക് അല്പസമയം, ഞാൻ സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്ന മാതിരി സംസാരിക്കും, നിനക്ക് സാധിക്കും കർത്താവ് പ്ലീസ്. അപ്പൊ അവന്റെ ശക്തിക്കോ അവന്റെ ദയക്കോ അവന്റെ ഒരു നേച്ചറിനും ലിമിറ്റില്ല, ഒന്നിനും ലിമിറ്റില്ല. വിഷയം എന്താണെന്നറിയാം, അവൻ തരുന്ന ഇൻറ്റ്യൂഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ അവൻ തരുന്ന ഇൻറ്റ്യൂഷൻസിന് മേലെ നമ്മുടെ ഡിസയേഴ്സ് പലപ്പോഴും ഓവർകം ചെയ്യാണ്. എന്നിട്ട് അവനെ ഉപദേശിക്കാൻ പോവുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവന്റെ ജ്ഞാനത്തിലും അവന്റെ സ്നേഹത്തിലും അവന്റെ ശക്തിയിലും ആശ്രയിക്കുക എന്നുള്ളതാണ്. അത് അവൻ ക്രൂശിൽ വെളിപ്പെടുത്തി. നമുക്ക് പലപ്പോഴും അവന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുന്നില്ല. അവന്റെ അളവറ്റ വലിപ്പം നമ്മൾ വചനം പഠിക്കുന്നു, ഇമ്മഷറായിട്ട് വലിപ്പം. പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ അളവറ്റ വലിപ്പം അനുഭവിക്കാത്തത് കൊണ്ട് എന്താ പറയുക, അവിശ്വാസം കടന്നു വരും. തീർന്നതോടെ അത് കൂടെ ബാക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും, പിന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പിന്നെ 42 സംഗീതത്തിലും പറയുന്നത് പോലെ അവന് ദൈവത്തിൽ രക്ഷയില്ലെന്ന് ശത്രു പറഞ്ഞ് നമ്മുടെ ആസ്തികളെ തകർക്കുമ്പോൾ നിന്ദിക്കാൻ തുടങ്ങും. ഇതൊക്കെ സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങളാണ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആശ്രയിക്കുക. ഞാനൊരാളിട്ട് മരിച്ച് കല്ലറി കിടക്കുന്നവനല്ല, ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നവനല്ല, കല്ലറി കിടക്കുന്നവനല്ല, കല്ലറി ഭേദിച്ച് പുറത്തു വന്ന് സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ള മഹിമയുടെ വലതുഭാഗത്ത് ഈക്വൽ സിംഹാസനം ഇരിപ്പാൻ യോഗ്യനായവനുമായിട്ടാണ് ഞാനൊരു ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾ ഹിസ് വർക്ക് സ്റ്റാർട്ടഡ് ഫ്രം ഹിം. അവനാണ് എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവെ, പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ബലഹീനത. അതാണ് നാം ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ നേച്ചർ. അതാണ് ലോഡ് എനിക്ക് മനസ്സിലായ എൻ്റെ സ്വഭാവം ഇതാണ്, ഈ വിഷയത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് അക്നോളജ് ദാറ്റ്. അതാണ് നീ എന്ന വ്യക്തിത്വം. അതിനെ ഓവർകം ചെയ്യുവാൻ ക്രിസ്തുവിനെ കൂടാതെ സാധ്യമല്ല. ലോഡ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ ഏകദേശത്തിന് മനസ്സിലായല്ലോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നും ഇന്നതെന്നും നിങ്ങൾ അറിയണം. ബൈബിളില് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന വാക്കിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിള് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ ഒരു വാക്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. യോഹന്നാൻ ചാപ്റ്റർ 4 സമരിക്കായ സ്ത്രീ അടുത്ത് കർത്താവ് സംസാരിച്ചതിന് ശേഷം അവൾ സമരിയയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ജോൺ ചാപ്റ്റർ 4 സ്ത്രീ ചെന്ന് ശബരിയ ദേശത്തിലുള്ളവരോടൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമ്പോൾ, പക്ഷെ അവർ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി നീ ഭക്ഷിച്ചാൽ എന്ന് അപേക്ഷിച്ചു. അതിന് അവന്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. അത് അവരോട് പറഞ്ഞു. അത് ശിഷ്യന്മാർ ആയാൽ വല്ലവരും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇനി 4 അങ്ങ് താഴോട്ട് പോട്ടെ. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ പറഞ്ഞ സാക്ഷ്യം വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അവനില് വിശ്വസിച്ചു. എങ്ങനെയാ? അവൾ വന്ന് പറഞ്ഞ സാക്ഷ്യം. കാരണം അവളെ കുറിച്ച് അവർക്കറിയാം. അപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവൻ പറഞ്ഞു എന്ന് കണ്ടപ്പോൾ അവരെ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചേ? അവന് രഹസ്യങ്ങൾ അറിയുന്ന ഒരുവനാ, ഇവിടെ അറിഞ്ഞിരിക്കുന്ന ഒരുവനാ. ഓക്കെ. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന്, ശമര്യർ എന്ന് പറയുമ്പോൾ ആരാണ്? അശൂർ ദേശത്തുനിന്ന് അശൂർ രാജാവ് പിടിച്ചുകൊണ്ടുവന്ന് ശമര്യയിൽ പാർപ്പിച്ചിരിക്കുന്ന കൂട്ടരാ, ഇസ്രായേലരല്ലാരും. അവിടെ അകത്യം മുഖാന്തരം ഇസ്രായേലുണ്ടായിരുന്ന കൊല ജനത്തെ പിടിച്ചുകൊണ്ട്
സെക്കൻഡ് കിങ്സ് 2 രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായം വായിച്ചതിന്റെ ചരിത്രം അറിയാം. ഇപ്പോൾ അവിടെ കിടക്കുന്നില്ല. അശൂരിൽ പാർപ്പിച്ച് അശൂരിലുണ്ടായിരുന്ന കുറെ ജനത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ശമര്യ എന്ന് പറയുന്നത്. അവിടെയാണ് അവള് യേശുവിനോട് പറയുന്നത് നമ്മുടെ പിതാവായ യാക്കോബ് എന്ന് പറയുന്നത്. ശമര്യക്കാര് പറയാണ് നിന്റെ അപ്പനും എൻ്റെ അപ്പനും ഒന്നാണെന്ന്. ഇതുപോലെ പെന്തക്കോസ്തിൽ കുറെ പേരുണ്ട്. ആ വാക്കൊന്ന് വായിച്ചിട്ട് അത് പെട്ടെന്ന് പോവാം. വേഴ്സ് 11 കൂടെ വായിക്കാം. സ്ത്രീ അവനോട് യജമാനൻ നിനക്ക് കോരാൻ പാത്രമില്ലല്ലോ, കിണറിന് ആഴമുള്ളതാവുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അവൾ പറയാണ് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാ. അശൂർ ദേശത്ത് നിന്ന് പിടിച്ചു കൊടുന്നവളാ. അവൾ ചോരത്തള്ളി ആചരിച്ചിട്ടില്ല, പെസക തിന്നിട്ടില്ല, ചെങ്കടൽ കടന്നിട്ടില്ല, സീനായുടെ മരുഭൂമിയിൽ വന്നിട്ടില്ല, പർവ്വതത്തിന് മഹിമ കണ്ടിട്ടില്ല, പ്രമാണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. അശൂർ ദേശത്ത് വസിച്ചിരുന്ന ഇസ്രായേലിന്റെ അകൃത്യം മുഖാന്തരം അവരെ പിടിച്ചുകൊണ്ടുപോയി അശൂരിന്ന് ഇവിടെ വന്ന് കുടിമാറ്റി മാർപ്പിച്ചിരിക്കുന്ന ശമര്യക്കാര് പറയാണ്. അപ്പൊ അവളൊരു മലയിലാര ആരാധന പറയുന്നുണ്ട്. അതിന്റെ ചരിത്രം വേറെ. ഞങ്ങൾ ഈ മലയിലാരേക്ക് നിങ്ങൾ പറയുന്നത് യെരൂശലേമിൽ ആരാധിക്കണമെന്ന്. എന്നിട്ട് പറയാണ് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവൾ പറയും നിന്റെ അപ്പനോ എൻ്റെ അപ്പനോ ഒന്ന്. യഹൂദ ഗോത്രത്തില് ഇശായിൽ നിന്ന് വന്നിരിക്കുന്ന വേരാ. അവരോട് പറയാം നിന്റെ അപ്പനോ എൻ്റെ അപ്പനോ എന്ന്. ഇതാണ് പെന്തിക്കോസ്തിലും ക്രിസ്ത്യനത്ത് സംഭവിച്ചിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കരുതിയിരിക്കുന്നത് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള ബന്ധം കിട്ടിയെന്ന്. ഇതേപോലെ വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന അനേകർ പെന്തിക്കോസ്ത് കോളത്തിലുണ്ട്, ക്രിസ്ത്യനത്തിലുണ്ട്. ഞാൻ ചെറുതായിട്ട് ചിന്തയ്ക്ക് കിട്ടുന്നേ ഉള്ളൂ. ഓരോരുത്തരും അറിയാം അവനവൻ്റെ അവസ്ഥ എന്താണെന്ന്. ഓക്കെ, നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം അതല്ല. അങ്ങനെ ശമീർ അവൻ്റെ അടുക്കൽ വന്നു, തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. അപ്പം ആദ്യം ചെയ്തു, അവൾ പറഞ്ഞ സാക്ഷി നിമിത്തം അവർ വിശ്വസിച്ചു. അവൻ്റെ അടുക്കൽ വന്നു, അവരോട് പറഞ്ഞു ചില ദിവസം ഞങ്ങളുടെ കൂടെ ഒന്ന് പാർക്കണം. അവനത് സമ്മതിച്ചു. അവനറിയാം എന്തിനു വേണ്ടി അവിടെ വന്നിരിക്കുന്നതെന്ന്. അത്രയും കാര്യം ശമര്യ ഇസ്രായേലിന്റെ അകൃത്യം മുഖാന്തരം കുടിമാറ്റപ്പെട്ട് പാർപ്പിച്ച ശമര്യക്കാരാണെങ്കിൽ തന്നെയും ഇത് വാക്തത്തിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ്. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. 2 വാക്കുകൾ എടുക്കാനും പറഞ്ഞു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ട് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് അവന്റെ അടുത്ത് വന്നപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഒന്ന് അവൾ പറഞ്ഞ സാക്ഷ്യം കേട്ട് വിശ്വസിച്ചു, മറ്റൊന്ന് അവന്റെ അടുത്ത് വന്നു, അവന്റെ വായിൽ നിന്ന് കേട്ട വചനം കേട്ട് വിശ്വസിച്ചു. കുറച്ച് 2 ദിവസം പാർക്കണം എന്ന് പറഞ്ഞു. 2 ദിവസം അവനടുത്ത് അവരുടെ കൂടെ പാർത്തു. കുറച്ചും കൂടി റിലേഷൻ അടുത്ത് വന്നു. ഇപ്പൊ പറയാണ് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുന്ന പരിപാടിയും അറിയുക എന്ന് പറയുന്ന പരിപാടിയും 2 ഇതാണ് ഞാൻ ഈ കിടന്ന് പ്രസംഗിക്കുന്നത്. വിശ്വസിക്കാൻ അനേകരെ കിട്ടും. ഈവൻ ദുഷ്ടാത്മാക്കൾ വിശ്വസിക്കുന്നതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. അവരെ ചരിത്രത്തിൽ വിശ്വസിക്കാൻ എല്ലാം കറക്റ്റ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അക്ഷരം പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാത്താൻ ദുഷ്ടാത്മാക്കൾ ആദ്യം സ്വർഗത്തിൽ പോകണം. സ്തോത്രം. അപ്പോൾ വിശ്വസിക്കുക എന്നുള്ള സബ്ജക്റ്റും പേഴ്സണലായിട്ട് അവനെ റെക്കഗ്നൈസ് ചെയ്യുക, അറിയുക, വ്യക്തിപരമായ ബന്ധത്തിൽ അവനെ അറിയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ മനുഷ്യ ഉപദേശങ്ങൾ തന്നെയായിരിക്കും. ഒരു വിവാഹ ബന്ധത്തിലേക്ക് ഒരു സ്ത്രീ പുരുഷനെ, ഒരു യൗവനക്കാരിയോ സ്ത്രീയോ ഒരു യൗവനക്കാരും പ്രവേശിക്കുമ്പോൾ അവർ തമ്മിൽ വിവാഹാലോചന വന്ന് കുടുംബക്കാരെ അന്വേഷിച്ചോ അല്ലെങ്കിൽ ലവ് മാരേജ് ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ കുറെ കാര്യങ്ങൾ അറിഞ്ഞൊരു റിലേഷനിലേക്ക് കടന്നു. പിന്നെ അവർ പേഴ്സണലായിട്ട് തമ്മിൽ അറിയാൻ തുടങ്ങിയാണ്. മുമ്പ് കേട്ടു,
പരന്ന് കേട്ടു, വ്യക്തിപരമായി കേട്ടു, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷെ മുഴുവനും വിശ്വസിച്ചു പേഴ്സണലായിട്ട് അറിയാൻ തുടങ്ങിയില്ല. അറിയാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും ഉടക്കുണ്ടാവും. ഡിഫറെൻറ്റ് നേച്ചേഴ്സാ, ഡിഫറെൻറ്റ് സംസ്കാരത്തിൽ വളർന്നവരാ. പക്ഷേ ഒരുമനപ്പെട്ട് പോകണം എന്നുള്ളത് കൊണ്ട് എന്തായി, വിവാഹം ബന്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടി നടക്കുന്നത്. ഹ്യൂമൻ റിലേഷനിൽ അവർ ഒന്നുകിൽ ഡിവോഴ്സായി പോകും, അല്ലെങ്കിൽ ഒന്നായി തീരും. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. ഇപ്പോൾ വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയ ഒരസലൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ വിവാഹം നടന്ന പിന്നെ ആ വിവാഹം നടക്കുന്നതിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഒരസാനൊന്നുമില്ല, ഉരസലകളൊന്നുമില്ല. ഇനി വൺ ബോഡി. ഇതാണ് വിവാഹ നിശ്ചയത്തിന്റെ, വിവാഹത്തെ കുറിച്ചുള്ള ബൈബിളിലെ ഉപദേശം. എന്നൊരു ദേവദാസനുമായിട്ട് അല്പം സംസാരിക്കുകയായിരുന്നു. പല ചർച്ചുകളും 1, 2, 3 ഡിവോഴ്സുകൾ അംഗീകരിക്കുന്നവരെ വീണ്ടും വിവാഹം നടത്തി കൊടുക്കുന്നു. അതിന് ചില വാക്യങ്ങളും കോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ കർത്താവ് മണവാട്ടി ഉപേക്ഷിച്ച് പിന്നെ വേറെ വിവാഹിച്ച, അല്ലെങ്കിൽ മണവാട്ടി വേറെ കർത്താവിനെ ഉപേക്ഷിച്ച് വേറെ വിവാഹം. ആരോ യോഗ്യനുള്ളത്? ഈ വളരെ അതിമഹത്വമായൊരു മർമ്മം എന്ന പൗലോസ് പറഞ്ഞു നിർത്തിയത് തന്നെ അതിൻ്റെ അടിസ്ഥാനം പോലും അറിയാണ്ടാണ് ഇത്തരം പാസ്റ്റർമാരെ വിളിക്കേണ്ടത്. പാസ്റ്റർ എന്നല്ല, തെമ്മാടികൾ എന്ന് വിളിക്കണം. ബൈബിൾ നല്ലൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇച്ചിരി മോശമായ വാക്കാണ്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവിടെ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ വളരെ മോശമായ ഒരു വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യഭിചാര പ്രവൃത്തിക്ക് ചാരപ്രവൃത്തി ചെയ്യുന്നവർ ഏജന്റുമാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തെരുവ് ശാലകളിലൊക്കെ, ബോംബെ റെഡ് സ്ട്രീറ്റിലോ അല്ലെങ്കിൽ ഡൽഹി സ്ട്രീറ്റിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഏജന്റുമാരുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ പറഞ്ഞിരിക്കുന്ന ഏജന്റുമാരെന്ന ഒറിജിനൽ ഗ്രീക്ക് ഭാഷയെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ സബ്ജക്റ്റ് അതല്ല, എന്തോ പറയാൻ ആഗ്രഹിച്ചതല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പറഞ്ഞെന്താണ്, എന്തിനു വേണ്ടി വിശ്വസിക്കുന്നത്? ദൈവത്തിന് ഫലം കായ്ക്കണം. ആരില്ല? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റൊരുവനിൽ. ഈ റിലേഷൻ പെർഫെക്റ്റ് ആകാത്തത് കൊണ്ടാണ് അവന്റെ ശക്തി, അളവറ്റ ശക്തി വ്യാപരിക്കാത്തത്. ഈ റിലേഷൻ അവിടെയും എന്തുണ്ടെന്നറിയോ? അവനുമായിട്ടുള്ള ഓരോ ബന്ധത്തിലും അവന് വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള നമ്മുടെ ഫ്ലഷിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിന്റെ ഡിസയേഴ്സ് മറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലാതെ നമുക്കറിയില്ല. ഇതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിന് നടത്തണമെന്ന്. അവന്റെ ബുദ്ധിക്ക് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ബുദ്ധിക്ക് ഇതുവരെയും മനസ്സിലാകാതിരിക്കുന്ന ഏതെങ്കിലും വ്യസനത്തുള്ള മാർഗം എന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അഗ്നിജ്വാലയ്ക്കൊത്തോളം കണ്ണുള്ള നിന്റെ കണ്ണുകൊണ്ട് നോക്കി എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്കോടെ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാൻ അതിന് ഉപേക്ഷിക്കാൻ കർത്താവ് തയ്യാറാണ്. കാരണം ആ മാർഗം വ്യസനത്തിലുള്ള മാർഗമാണ്, നരകത്തിലെ ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഇത്തരം തീരുമാനമുള്ളവരെ ആ വാക്യം വെച്ചിട്ട് പ്രാർത്ഥിക്കാവൂ. കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എല്ലുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. എന്തതിൻ്റെ അർത്ഥം പോലും അറിയില്ല. എന്നാൽ വ്യസനത്തിലുള്ള മാർഗത്തിൽ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ച കർത്താവ് വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്തി തരുമ്പോൾ അത് അക്നോളജ് ചെയ്യുക, ഇതെൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. കർത്താവ് ഇതെനിക്ക് വേണ്ട, ഇത് അപകടകരമായ വഴിയ, അപകടകരമായ സ്വഭാവ, ഇതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റുമായിട്ട് ബന്ധത്തിലേക്ക് വരണം. അപ്പോൾ അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന് കുറവൊന്നുമില്ല, അവനും ശക്തിക്ക് കൊട്ടും കുറവില്ല. നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നത് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. വേഴ്സ് 20 ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയാണ്. Which he worked in Christ when he raised him from the dead and seated him at his right hand. He worked എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിഫൈഡ് ബൈബിളാണ് ഈ എക്സേർട്ടഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിലും, മരിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ, കല്ലറിലായിരിക്കുന്ന ക്രിസ്തുവിൽ. അതിനിടയ്ക്ക് കുറെ പ്രവൃത്തി നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ നമ്മളിലും മരിച്ചിരിക്കുന്ന ഓരോ അവസ്ഥയിലും അവർ ഉയർത്തെഴുന്നേൽക്കണം. ഇതാണ് പുനരുദ്ധാനം. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനും എന്ന് പറയുന്നത്. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനും എന്നൊരു റിലേഷനിലേക്ക് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വരണമെങ്കിൽ
ഞാൻ മരിച്ചിരിക്കുന്ന അവസ്ഥ എൻ്റെ ഇൻ്റലക്റ്റിന് മനസ്സിലാകണം. വചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ഏക മനുഷ്യനാൽ അനുസരണക്കേടിന് പാപം പാപത്തന്മാരോടും എല്ലാവരിലും പരന്നു ലോകത്തിൽ കടന്ന എല്ലാവരും, അങ്ങനെ എല്ലാവരും മരണം വ്യാപരിക്കുന്നു. വചനം ശരിയാ, ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞാൻ വിശ്വസിച്ചു, ഞാൻ മരിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് രക്ഷ വേണം. ഇതുകൊണ്ടൊരു കാര്യമില്ല, വിശ്വസിക്കേണ്ടതല്ല, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലാക്കണം. ഇതിനെയാണ് അറിയുക എന്ന് പറയുന്നത്. ശമര്യക്കാർ അഷുറൻസ് ആയിരുന്നു. അവരെന്താ പറഞ്ഞത്? അവളുടെ സാക്ഷ്യം കേട്ട് വിശ്വസിച്ചു, യേശുവിൻ്റെ മൊഴികൾ കേട്ട് വിശ്വസിച്ചു. 2 ദിവസം അവരുമായിട്ട് ഇടപെട്ടപ്പോൾ പറയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് അവൻ തന്നെ ലോകരക്ഷിതാവ്, ഞങ്ങളെ രക്ഷിക്കുന്നവൻ എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അവർക്ക് അറിഞ്ഞു, അവരുടെ സോളിൽ അത് മനസ്സിലായി. അപ്പൊ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ റിലേഷൻ വേണമെങ്കിൽ പറയാം. അവരെന്താ പറഞ്ഞ്, ഇവൻ തന്നെ ലോകരക്ഷിതാവ് എന്ന് ഞങ്ങൾ അറിഞ്ഞുമിരിക്കുന്നു. നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ആര് വേണം? ആ യേശു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നിന്നിൽ വാഴണം. നിന്നിൽ വാണ് നീ ഒരു സ്വതന്ത്ര മനസ്സിന്റെ ഉടമയായതുകൊണ്ട് നമുക്ക് എതിരായി നിൽക്കുന്ന 3 ശത്രുക്കള്, ഒന്ന് നമ്മളിൽ വസിക്കുന്ന ജഡത്തിന്റെ മോഹങ്ങള്, മറ്റൊന്ന് സൈറ്റാനിക് കിങ്ഡത്തിന്റെ മോഹങ്ങള്, മറ്റൊന്ന് ഈ ലോകത്തിന്റെ മോഹങ്ങള്. ഇത് നമ്മുടെ സോളിലേക്ക് അടുത്ത് വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് റിവീൽ ചെയ്യുമ്പോൾ, അപ്പോൾ അറിയാം നീ ആരാണെന്നുള്ളത്. അതാണ് ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. നീ അതിനോട് എതിർക്കുന്നുവോ, അല്ലെങ്കിൽ നീ അതുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു, ഇതൊന്നും ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്ന് പറയുന്നുവോ, നീ കള്ളം പറയുന്ന സീത്താന്റെ കൂട്ടത്തിലാണ്. നീ ദൈവവചനം അനുസരിക്കുന്ന കൂട്ടത്തിലല്ല. സ്തോത്രം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യഹൂദന്മാരെ രക്ഷിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അല്ലെങ്കിൽ പ്രായശ്ചിത്തം നടത്തുന്ന കാര്യമല്ല പറയുന്നത്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി കുറെ പാസ്റ്റർമാർ നിയമിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഹി പേഴ്സണലി, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പേഴ്സണലി നമ്മളിൽ വസിച്ച് പാപത്തിന്റെ ടെംപ്ടേഷൻസ് വരുമ്പോൾ അവൻ നമ്മുടെ പ്രാണനിലേക്ക് സ്ട്രോങ് ആയിരിക്കുന്ന ഇൻഫ്ലുവൻസ്, ആ വരുന്ന ടെംപ്ടേഷനേക്കാൾ ഉയർന്ന ഇൻഫ്ലുവൻസ് നമുക്ക് തന്ന്, അത് മരണത്തിന്റെ ടെംപ്ടേഷനാണ്, അതിന്റെ പ്രതിഫലം മരണമാണ്. നമ്മളെ അതിന് ഓവർകം ചെയ്യാന്നുള്ള ഇൻഡ്യൂഷൻ തന്ന് തീരുമാനമെടുക്കുന്നത് നമ്മളാണ്. യെസ് ലോർഡ്, എനിക്കത് വേണ്ട. ഇങ്ങനെയാണ് നാം പാപത്തെ ജയിക്കുന്നത്. ഇതിന് ആ റിലേഷനെ പറയുന്നതാണ് യേശു. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കുകയില്ല. ഇത് വേറെ റിലേഷനാണ്. പുനരുദ്ധാനം ജീവനും, ഞാൻ തന്നെ ഞാൻ പേഴ്സണലി ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ഐ ആം ദ ലൈഫ്. നിന്നിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിന്നിൽ വസിച്ചാൽ നീ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നിനക്ക് തരുന്ന ഇൻഡ്യൂഷൻസിനെ നീ വിശ്വസിച്ച് അവനുമായിട്ട് ആ ഉടമ്പടി നിലനിന്നാൽ നിന്നിൽ ജീവനുണ്ടാകും. ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകമാണ് വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം എന്ന പുസ്തകം. ഇംഗ്ലീഷും മലയാളത്തിലുണ്ട്. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ PDF ഫയലാണ്. അല്ല ഫിസിക്കൽ ബുക്ക് വേണമെങ്കിൽ അഡ്രസ്സോ എങ്ങനെയും കോൺടാക്റ്റ് അയച്ചു തരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഇന്ത്യയിലാണെങ്കിൽ, വിദേശത്തേക്ക് അയക്കാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. ഇന്ത്യയിലാണെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരാം, ഒരു പൈസയും മുടക്കണ്ട. സ്തോത്രം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറെ ഉദാഹരണം എടുക്കാം. ഇപ്പം പുനരുദ്ധാന ജീവനെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കാനുള്ള വിഷയമാണ്. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ, വിശ്വസിച്ചു. ഇന്ന് ഭദ്രതാക്കാർ, എന്താ രക്ഷാഭദ്രതക്കാർ പ്രസംഗിക്കുന്നത്, വൺ സൈഡ് ഓൾവേസ് സേവ്ഡ്. പിന്നെ ഇഷ്ടം പോലെ ജീവിക്കാം. 3 പ്രാവശ്യം ഡിവോഴ്സ് ചെയ്താലും കുഴപ്പമില്ല പാസ്റ്റർ, വാ. ഗൾഫുകാരൻ അമേരിക്കക്കാരനാണെങ്കിൽ ഒരു 2 കിലോ സ്വർണം വിട്ടാലും കുഴപ്പമില്ല, വാ. പുറകിൽ വരുന്ന ഒരു പാക്കറ്റിലേക്കാണ് കണ്ടിരിക്കുന്നത്. പുറകിൽ വരുന്ന പാക്കറ്റ് എന്താ? സ്തോത്രം കാഴ്ച. കണ്ണവിടെയാ. നിന്റെ പാപത്തിൽ നീ പോയി മരിച്ചാൽ ആർക്കാ പോകണം? ഞാൻ ഓൾറെഡി മരിച്ചിരിക്കുന്നത്. എൻ്റെ പണി എന്ന് പറഞ്ഞത് വേറൊരുത്തിന് വീട്ടുക എന്നുള്ളതാ. സ്തോത്രം. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ഇപ്പൊ മരിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. ജീവന്റെ ഏക വഴി ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണം. ഉയർത്തെഴുന്നേറ്റ് അവനുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരണം. ലോർഡ്, എനിക്ക് ജീവിക്കണം. അവൻ ജീവിച്ചു. ജീവിച്ചിരിക്കുന്നവൻ എന്നിൽ വിശ്വസിച്ചാൽ ഒരു നാൾ മരിക്കുകയില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, രക്ഷാഭദ്രതയല്ല. ജീവിച്ചിരിക്കുന്നവൻ എന്നിൽ വിശ്വസിച്ചാൽ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ അവൻ മരിക്കുകയില്ല. അപ്പോൾ അവനെ മാത്രം ആശ്രയിക്കുക. അപ്പോൾ അതിലെന്താ? ഓരോ ടെംപ്ടേഷനിലും നിന്നിൽ ഉയർത്തെഴുന്നിരിക്കുന്ന ക്രിസ്തുവുമായിട്ട് നിനക്കൊരു പേഴ്സണൽ ബന്ധമുണ്ടാകണം. ആ പ്രത്യേക ടെംപ്ടേഷനിൽ ഈവൻ മരണമാകട്ടെ, ദുഷ്ടാത്മകളാകട്ടെ, പാപത്തിന്റെ ടെംപ്ടേഷൻ ആകട്ടെ, ഏത് വന്നാലും അതിന്റെ റിസൾട്ട് മരണമാണ്. നിനക്ക് അതിനെ ജയിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് അവനുമായിട്ട് നീ നിരന്തര വിശ്വസത്തിൽ ആശ്രയത്തിൽ വരണം. അവിടെ വരുമ്പോഴാണ് നിനക്ക് നിന്റെ സെൽഫിന്റെ ഡിസയേഴ്സ് വെളിപ്പെട്ട് കിട്ടുന്നത്. ഭയമാണോ, മരണഭീതിയാണോ, സ്വസ്നേഹമാണോ, ലോകത്തോട് ചെറിയ ചായ്വുണ്ട്, ഈ പാശ്ചാത്യമൊക്കെ കഠിനമാക്കാണ്, ഇത്രയൊന്നും ആവശ്യമില്ല, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോവുള്ളൂ, ഇതൊക്കെ വീണവൻ്റെ വാക്കാ, നിലനിൽക്കുന്നതിൻ്റെ വാക്കല്ല. ലോർഡ്, എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വീക്കാണ്, പ്ലീസ് ഹെൽപ്പ് മീ. ഉയർത്തെന്നിയായിട്ടൊരു ബന്ധം. ഉയർത്തെന്നിട്ട് സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന നീ, സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ളവനായി നീ, പുനരുദ്ധാനം ജീവനുമായിരിക്കും നീ. ആ റിലേഷനിൽ നിന്ന് വെളിപ്പെടണം. അതിനാണ് വെളിപ്പാടെന്ന് പറയുന്നത്. വചനത്തിലുള്ള കാര്യങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നത് ശരി തന്നെയാണ്. വെളിപ്പാടെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സോളിൽ മറഞ്ഞിരിക്കുന്നത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. അതിക്ക് മുമ്പായിരുന്ന വചനത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇപ്പോഴോ നമ്മുടെ സോളിൽ ഉയർത്തെത്ത ക്രിസ്തുവിനെ നമുക്കറിയത്തക്കവണ്ണം വെളിപ്പെടുക. ഇതാ വെളിപ്പാട്. ഹല്ലേലൂയ. ഇനി 1 Corinthians chapter 1:31 നമുക്ക് പെട്ടെന്ന് നിർത്താം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ, അധികം ഒന്നും ആയിട്ടില്ല. 1 Corinthians chapter 1 verse 30. മലയാളത്തിലാണെങ്കിൽ 30, ഇംഗ്ലീഷിലും 30 എന്നാണ് ആയിരിക്കും. യെസ്. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, ദൈവത്താൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ആരാ? ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും, he himself is the wisdom, നീതിയും, he himself is the righteousness, ശുദ്ധീകരണവും, സാങ്ക്ടിഫിക്കേഷൻ, വീണ്ടെടുപ്പ്, റിഡംഷൻ. അപ്പം നമ്മൾ ഒരിക്കലും വീണ്ടെടുത്തതല്ലേ? പിന്നെ എന്തിനാ വീണ്ടെടുപ്പ്? നാം ഏറ്റു പറഞ്ഞ സമയത്ത് വീണ്ടെടുത്തതല്ലേ? നാം ഏറ്റു പറഞ്ഞ സമയത്ത് ശുദ്ധീകരണം നടന്നതല്ലേ? ഐ എം സാങ്ക്ടിഫൈഡ്. ഞാൻ വിശ്വസിച്ച സമയത്ത് നീതീകരണം നടന്നതല്ലേ? ഫ്രീ ജസ്റ്റിഫിക്കേഷൻ നടന്നതല്ലേ? ഈസ് മൈ വിസ്ഡം. ഇത് ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റിയിലും നാം അനുഭവിച്ചറിയണം. അതാണ് അറിയുക. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന വാക്കിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെങ്കിൽ യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ അറിയുക എന്ന വാക്കിന് എക്സ്പീരിയൻസ്. നിങ്ങൾ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കി, പ്രത്യേകിച്ച് 1 John 2nd chapter എടുത്ത് വായിച്ചു നോക്കുക. യൗവനക്കാരെ നിങ്ങൾ അറിഞ്ഞിരിക്കുകൊണ്ട്, പിതാക്കന്മാരെ നിങ്ങൾ അറിഞ്ഞിരിക്കുകൊണ്ട്, പേഴ്സണൽ അക്വൈൻറ്റൻസ്. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എത്ര പേര് പെന്തിക്കോസ്ത് കോളത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പാസ്റ്റർമാർ ഇത് മനസ്സിലാക്കി അനുഭവിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. ദിസ് ഈസ് ദ ട്രൂത്ത്. ക്രിസ്തുവിൽ, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നവരോട് പറയാണ്. കുറേ സഭയിൽ ക്രിസ്തുവേശുള്ള ജനത്തോട് പറയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം, ഹി ഹിംസെൽഫ് ഈസ് മൈ വിസ്ഡം. ഏതൊരു പ്രവൃത്തി ചെയ്യണം, ആത്മീകമായിട്ട് ഭൗതികമായിട്ട്, നിങ്ങൾക്കൊരു പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങളുടെ ഇൻ്റലക്റ്റിലേക്ക് ഇൻറ്റ്യൂഷൻ തന്ന് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുള്ള ജ്ഞാനം, വിസ്ഡം, നിങ്ങൾക്ക് അറിയുന്നതിൽ അതീതമായ കാര്യം നിങ്ങൾക്ക് ചെയ്യും. ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് അസാധ്യമായ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം, വളരെ ലളിതമായ രീതിയിൽ നമ്മൾ ചെയ്യാം.
നീതി, റൈഷ്യസ്നസ്. ഹി ഹിംസെൽഫ് ഈസ് അവർ റൈഷ്യസ്നസ്. ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് അവർ റൈഷ്യസ്നസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ മുമ്പിൽ പാപം ക്ഷമിക്കപ്പെട്ടവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായി നിൽക്കാനുള്ള യോഗ്യത ഇത് ക്രിസ്തുവിൽ മാത്രമേ സാധ്യതയുള്ളൂ. ഇതൊരിക്കൽ നടന്നല്ല, അപ്പൊ രക്ഷാഭദ്രതയുണ്ടല്ലോ. നിന്റെ തുടർന്ന ജീവിതത്തിൽ നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഓക്കെ. അത് പറഞ്ഞ് ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ഹി ഹിംസെൽഫ് ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിലുള്ള ഹ്യൂമൻ നേച്ചറിനെ നമുക്ക് വെളിപ്പെടുത്തി നമ്മൾ അത് മാറ്റി നമ്മൾ ഡിവൈൻ നേച്ചർ ഡെവലപ്പ്. അതെങ്ങനെയാണ്? ഓരോരോ റിലേഷൻ, കൃപമേൽ കൃപ പകർന്ന്, കൃപമേൽ കൃപ, അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. വീണ്ടെടുപ്പ്, നമ്മുടെ സ്ലിപ്പുകളിൽ നമ്മൾ വീണ്ടെടുക്കണം. ഡിവൈൻ ഗവൺമെന്റ് പറഞ്ഞത് പാപത്തിന്റെ ശമ്പളം മരണം. സ്ലിപ്പ് കർത്താവേ എന്റെ ബലഹീനതയാണല്ലോ, ബലഹീനത നീ തുണ നിൽക്കുന്നല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. തെറ്റുപറ്റിയ സമ്മതിക്കുക, കർത്താവിന് എനിക്കിത് വേണ്ട, ഇതിന്റെ ശമ്പളം മരണമാ, എന്നെ വീണ്ടെടുത്തേ മതിയാകുള്ളൂ. ഇപ്പോൾ നിന്റെ വീണ്ടെടുപ്പുകാരനായി, എന്നും നിന്റെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടണം. ഇതൊക്കെ പറയുമ്പോൾ പറയും ഇതൊക്കെ കൾട്ടാ, ഇവർക്ക് കിട്ടുന്ന ഒരു സ്റ്റാമ്പാണ് കൾട്ട്. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. ഒന്ന് അനുഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം പറഞ്ഞു വരുന്നത്, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വീണ്ടും എഫെസ്യ ലേഖനത്തിലേക്ക് പോവുകയാണ്. ബൈബിളിൽ നിന്ന് തന്നെ അങ്ങ് വായിക്കാം, എന്നാൽ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുള്ളൂ. വേഴ്സ് 19 ചാപ്റ്റർ 1 സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത്, അതിന് ക്രിസ്തുവിൽ വ്യാപരിച്ചെന്താണ്? സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമേത് ഇരുത്തി. ആര്? അവന്റെ ശക്തിയിൽ അവന് വ്യാപരിച്ച് അളവ് കൂടാത്ത വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് നടന്ന സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുത്തി എല്ലാ വാഴ്ചയും അധികാരം ശക്തി കർത്തൃത്വം, ഇതിനും ഈ ലോകത്തിൽ മാത്രമല്ല ഇനി വരുവാനുള്ള അത്യന്തം ഇത് ഉയർത്തെന്നിട്ട് അവനോടുകൂടെ ഏക ശരീരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി ദൈവത്തോട് നിരപ്പിച്ചെന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസി പറയാണ്, ഭൂതങ്ങളൊന്നുമില്ല, ദുഷ്ടാത്മാക്കളൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നല, വേറെ കർത്തൃത്വങ്ങളൊന്നുമില്ല, വേറെ ശക്തിയൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നല. പിന്നെ ഈ വാക്യം മാറ്റി കളയണം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇത്. നീ ക്രിസ്തുവിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേഷനിൽ ഡെവലപ്പായി വരുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ വർഷങ്ങളെടുക്കും. നീയും വാക്യം പഠിച്ചുകൊണ്ടായില്ല, നിന്നിൽ അറിവ് വന്നാൽ, നീ എക്സ്പീരിയൻസ് ചെയ്താൽ നീയും സർവത്തിൻ്റെ മീതെ. ഇതാണ് ദൈവസഭ എന്ന് പറയുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ, which is his body, the fullness of him, which is his body, the fullness of him that filleth all in all. എന്താ എല്ലാം all in all എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത്? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാവരിലും അവൻ നിറയണം. അതിനെയാണ് ക്രിസ്തു എന്ന തലയോളം വളരുക, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരിക, കൃപമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക, പുത്രനോട് അനുരൂപരായി തീരുക എന്നൊക്കെ പറഞ്ഞ് ഇതാണ് സുവിശേഷത്തിന്റെ ക്രീമുകൾ. ഇതിനു വേണ്ടിയായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഇത് വെറുതെ ബുദ്ധി കൊണ്ട് പറയുന്നതല്ല, ജീവിതത്തെ അനുഭവിച്ച് ഒരു ദിവസം കൊണ്ടല്ല, എല്ലാം തികഞ്ഞവനായിട്ടല്ല പറയുന്നത്. ഇങ്ങനൊരു സത്യമുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനിത് അനുഭവിച്ച് എല്ലാത്തിലും നിറഞ്ഞവനായിട്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. മരണത്തെ മുഖാമുഖം കണ്ട് മരണത്തെ ജയിച്ചവനായി, മരണത്തിൻ്റെ പാതാളത്തിന് താക്കോലുള്ളവനായി എന്നിൽ വെളിപ്പെട്ട് മരണത്തെ ജയിക്കുന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഭൂരാജക്കന്മാർക്ക് അധിപതിയായവന്റെ മേൽ, ആ ഭൂരാജക്കന്മാർക്ക് അധിപതി എന്നവൻ ഭൂരാജക്കന്മാരുടെ മേൽ അധികാരം നടത്തിക്കൊണ്ട് വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പാഴ്സി പ്രഭു, ഇന്നത്തെ പാഴ്സിയാണ് ഇറാൻ. ദാനിയേലിന്റെ കാലത്ത് ഗബ്രയേൽ ദൂത് കൊണ്ടുവന്നപ്പോൾ തടഞ്ഞു വെച്ച് 21 ദിവസം 21 ദിവസമല്ല തടഞ്ഞു വെച്ചത്, 21 ദിവസം ഉപവാസം അനുഷ്ഠിച്ച കാര്യമില്ല. മിഖായേൽ പോലും വന്നിട്ട് മാറിയില്ല. ഗബ്രയേൽ പറയുന്നത് ഞാൻ മിഖായേലിന്റെ അടുത്ത് വീണ്ടും തിരിച്ചു പോകുന്ന.
പക്ഷെ ദൈവസഭയുടെ അധികാരമോ? ആ വാഴ്ചയുടെ മേൽ അധികാരമുണ്ട്. എങ്ങനെയാ? സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും എന്ത് ചെയ്യുവാൻ അധികാരമുള്ളവൻ നിന്നിൽ വസിച്ച് അവൻ എക്സസൈസ് ചെയ്യണം. നിന്റെ വീട്ടിൽ കുടിലായിരുന്നാലും അവിടെ ഇരുന്ന് കൊണ്ട് നിനക്ക് വേണ്ടി ഇത് ചെയ്യാം. എങ്ങനെയാ? അവൻ നിന്നിൽ പൂർണ്ണനായാൽ. അതാ പറഞ്ഞ എല്ലാ വാഴ്ചയ്ക്കും മതി. ഓൾ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവർ ഓർ അതോറിറ്റീസ് അതിൻ്റെ അത്യന്തം മീതയാണ്. അപ്പോൾ പിന്നെ അവൻ്റെ കള്ളമാണ് അതൊന്നും ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നല. യെസ്, തോന്നൽ കൂടെ തന്നെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ സ്തോത്രം. ഇതാണ് ബൈബിളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയ ഒരു ഓഫർ, ഫ്രീ ഓഫർ എന്ന് പറയാം. ക്രിസ്തുവിനോട് തുല്യമായ ഗ്ലോറി പ്രാപിക്കാനുള്ള അവസരം ഫ്രീ ഓഫറായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. അതിനാവശ്യമായ ഭൗതികം ആത്മീയമായ എല്ലാം ഫ്രീ ആണ്. ഓൺലി തിങ് ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം. ലോർഡ്, ഇങ്ങനൊരു സത്യമുണ്ടെങ്കിൽ എനിക്കും കൂടെ പ്ലീസ്. എനിക്ക് തീരെ കഴിവില്ല, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ വെറും ബലഹീനയാണ്, ഒരു ഗുണത്തിലുള്ള എൻ്റെ ഇടയിൽ. പക്ഷേ നിന്നിൽ പൂർണ്ണ സഫിഷ്യൻസി ഉണ്ട്, നിന്നിൽ സർവ്വസമ്പൂർണ്ണതയുണ്ട്. ലോർഡ് പ്ലീസ്, ഞാൻ എത്രയോ ബലഹീനനാണ്. പ്ലീസ് എൻ്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എടുക്കാവുന്ന വിധത്തിൽ ലോർഡ് ഇതൊന്നും എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ്. പ്ലീസ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, വിറച്ചു പോകും ചിലപ്പോൾ. അത് നിൻ്റെ ബലഹീനതയാണ്, അതിനെ ഓവർകം ചെയ്യേണ്ടത്. അതാണ് കർത്താവ് പറഞ്ഞ വെളിപ്പാട് പുസ്തകം എന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ചാപ്റ്റർ 3 വേഴ്സ് 21. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ദൈവം ഉയർന്ന സിംഹാസനത്തിൽ നമ്മളൊക്കെ അതിൻ്റെ താഴെ നിന്നൊരു സെക്കൻഡ് ഗ്രേഡ് അല്ല തന്നിരിക്കുന്ന ഈക്വൽ സ്റ്റാറ്റസ്. ഇതാ ബൈബിളിൻ്റെ ഓഫർ, പുതിയ നിയമ വിശ്വാസികൾക്കുള്ള ഓഫർ. അതാ ദ ഗ്രേറ്റസ്റ്റ് ഓഫർ. അതിനെങ്ങനെ പറ്റും? കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടണം. ആ പ്രവൃത്തി നടക്കുന്ന പരിപാടിയാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളും കൂടെ ചെയ്യുന്ന ഒരു ജോയിൻ്റ് എഫേർട്ടാണത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്താ? നമ്മുടെ വീക്ക്നെസ് നമുക്ക് വെളിപ്പെടുത്തുക, നമ്മളത് അക്നോളജ് ചെയ്താൽ ഉയർത്തുന്നതിൻ്റെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി നമുക്ക് വെളിപ്പെടുത്തി സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ഓഫർ തരും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്വീകരിക്കുക, നിർബന്ധിക്കില്ല. സ്വീകരിച്ചാൽ ആ പുനരുത്ഥാന ശക്തി നമ്മൾ വ്യാപരിക്കും. നമ്മൾ ആ ടെംപ്റ്റേഷൻ ഓവർകം ചെയ്യും. മരണമാകട്ടെ, രോഗമാകട്ടെ, എന്തു തന്നെയായാലും അവന് സർവസമ്പൂർണതയുണ്ട്. സർവസമ്പൂർണത, ഫുൾനെസ്. ഏകദേശം ഒരു രൂപം കിട്ടിയെന്നറിയാം. ഇതിപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കടന്നു, ഇങ്ങനൊരു സംഭവമുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചാൽ നിങ്ങൾക്ക് പറയാം, ഞാനും അറിയുന്നു, ക്രിസ്തുവിനെ ഞാൻ വീണ്ടെടുപ്പുകാരായിട്ട് അറിയുന്നു, പാപമോചകനായിട്ട് ഞാൻ അറിയുന്നു, പുനരുദ്ധാനം ജീവനുമായിട്ട് ഞാൻ അറിയുന്നു, സർവശക്തിയുള്ള ദൈവമായ കർത്താവായി ഞാൻ അറിയുന്നു, മരണത്തിൻ്റെ പാതാളത്തിന് താക്കോലുള്ളവനായി ഞാൻ അറിയുന്നു. ഇങ്ങനെ 100 കണക്കിന് റിലേഷൻസ് ഉണ്ട്. കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ പുസ്തകം വേണേൽ അയച്ചു തരാം. വ്യക്തിപരമായ ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയാം. എന്താ കാരണം നമുക്ക് കണ്ടുപിടിക്കുക. നല്ല സമർപ്പണം ഉണ്ടെങ്കിൽ വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട. കർത്താവ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ മതി, കാര്യം നടത്തി തരും. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവം സ്വർഗ്ഗിക്കുന്നതാണ്. ഈ സത്യം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നവരും ഇനി യൂട്യൂബിൽ കേൾക്കുന്നവരും കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ